സുന്ദരിയായൊരു കുസുമമല്ലേ എന്റെ ഹൃദയ വികാരങ്ങളെ മെല്ലെ സ്ലോ എന്തോന്നാ തൊട്ടുണർത്തുന്ന സിൽക്ക് സ്മിതയാണവൾ. ഒക്കുന്നില്ല. ഞങ്ങള് സ്റ്റേജിൽ കൊറേ കരയിച്ചു. സ്റ്റേജിൽ കൊറേ കരയിച്ചു. ഇവിടെ വന്നിട്ട് ചിരിപ്പിക്കുന്നു. ആലപ്പുഴക്കാരുടെ ഹൃദയത്തിന് സ്റ്റേജിലേറ്റി, ഇപ്പൊ ഓഡിയൻസ് നെഞ്ചിലേറ്റി, ഇപ്പൊ ഞാനും എന്റെ ഹൃദയത്തിലേറ്റിട്ടുണ്ട്. ഓഡിയൻസിന്റെ നിറഞ്ഞ കയ്യടിയാണ് പായൽ എന്ന നാടകത്തിന് കിട്ടിയത്. ഞങ്ങള് സബ് ഡിസ്ട്രിക്റ്റിൽ കളിക്കാൻ 8 ദിവസം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സബ് ഡിസ്ട്രിക്റ്റിൽ കളിച്ചത്. ഫസ്റ്റ് നേടിയത് അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള 1 മാസം കൊണ്ടാണ് നല്ലപോലെ നാടകമാക്കി ഒന്ന് ഡിസ്ട്രിക്റ്റിൽ കളിച്ചത്. ഡിസ്ട്രിക്റ്റിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് വാങ്ങിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഇത് ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണ്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ പോലെ നാടകത്തിൽ പറയുന്ന പോലെ 4 വർഷം ഉണ്ട്, 4 മഴക്കാലങ്ങൾ. അപ്പോൾ ഈ 4 മഴക്കാലത്തും കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാർ പലതരത്തിലുള്ള അന്വേഷണ കമ്മീഷനെയും ഒക്കെ നിയമിച്ചിട്ടും ശാശ്വതമായൊരു പരിഹാരം അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ദുരിതം നേരിട്ട് അറിയാവുന്ന ആൾക്കാരെന്ന നിലയിൽ ഈ വിഷയം ലോകത്തിന് മുമ്പിൽ എത്തിക്കണം, അത് ഇവരിലൂടെ അടുത്ത ജനറേഷനിലൂടെ എത്തിക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതും. നാടകത്തിൻ്റെ എന്താ പറയുക, സംവിധാന കലയോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികത്വമോ ഒന്നുമില്ലാതെ അവർക്ക് പറയാൻ കഴിയുന്നത്, അവർക്ക് അഭിനയിച്ച് പറയാൻ കഴിയുന്ന തരത്തിൽ, അവർക്ക് കഥാപാത്രങ്ങളെ പറയാൻ കഴിയുന്ന തരത്തിൽ ആണ് ഈ നാടകത്തെ ഞങ്ങൾ വികസിപ്പിച്ചത്. ഇവരെ കൊണ്ട് തന്നെയാണ് ഈ നാടകത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്തതും അവർ അത് ഇംപ്രവൈസ് ചെയ്ത് അവരുടേതായൊരു നാടകമായിട്ടാണ് ഇത് രൂപപ്പെടുത്തിയത്. ഞങ്ങളിതിൻ്റെ ഒരു മേൽനോട്ടക്കാരെന്ന രീതിയിലാണ് നിന്നത്. ഞങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയ 10 മുത്തുകളാണ് ഇവരെല്ലാവരും. ഞങ്ങളുടെ മനസ്സുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഈ നിറഞ്ഞ സദസ്സിനു മുമ്പിൽ മുക്തഖണ്ഡമായ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു. ഇവർ ഈ നാടകം കളിച്ച് തീരുന്നതുവരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കുകയായിരുന്നു. ഇവർ ഊണിലും ഉറക്കത്തിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഊണിലും ഉറക്കത്തിലും നാടകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൻ്റെ ഒരു വലിയൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി.